ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ ഗ്രൂപ്പ് നമ്പർ 6 എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ടെസ്റ്റ് പ്രോസസ്സാണ്. അപ്പം ടെസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയറിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ നല്ലതാണോ, ഇനി അതിലെന്തെങ്കിലും കറപ്ഷൻസ് വരുത്താനുണ്ടോ, അല്ലെങ്കിൽ റിസ്ക് ഉണ്ടോ, എവിടെയൊക്കെ മാറ്റം വരുത്തണം, എന്തൊക്കെ ഡീവിയേഷൻസ് ഉണ്ട്, അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. Testing is a process rather than a single activity. Testing must be planned and it requires discipline to act upon it. ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ അത് വളരെയധികം ഡിസിപ്ലിനുമാണ്. The quality and effectiveness of software testing are primarily determined by the quality of the test process used. അപ്പം ടെസ്റ്റ് പ്രോസസ്സിൻ്റെ ക്വാളിറ്റിയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും എഫക്റ്റീവ്നെസ്സും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ ആക്ടിവിറ്റീസ് ഓഫ് ടെസ്റ്റിംഗ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ഫോളോയിങ് ബേസിക് സ്റ്റെപ്സ്. അപ്പം ടെസ്റ്റിംഗ് ആക്ടിവിറ്റീൻ്റെ ഫോളോയിങ് ബേസിക് സ്റ്റെപ്സ് ആണത്: പ്ലാനിങ് ആൻഡ് കൺട്രോൾ, അനലൈസിസ് ആൻഡ് ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഇവാലുവേറ്റിംഗ്, എക്സിറ്റ് ക്രൈറ്റീരിയ ആൻഡ് റിപ്പോർട്ടിംഗ്, ടെസ്റ്റ് ക്ലോഷർ ആക്ടിവിറ്റീസ്. അപ്പം ആദ്യം തന്നെ നമ്മൾ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ആണ് പറയുന്നത്. ടെസ്റ്റ് പ്ലാനിങ് ഇൻവോൾവ്സ് പ്രൊഡ്യൂസിങ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഓവറോൾ അപ്രോച്ച് ആൻഡ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. അപ്പം ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്റ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ എല്ലാ ഓവറോൾ അപ്രോച്ചും അതുപോലെ തന്നെ ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സും ഉണ്ടായിരിക്കും. ഇറ്റ് ഇൻവോൾവ്സ് റിവ്യൂയിങ് ദ ടെസ്റ്റ് basis, identify the test conditions based on analysis of test items, writing test cases and designing the test environment. ഓക്കെ, ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ടെസ്റ്റ് ബേസിസ് റിവ്യൂ, ടെസ്റ്റിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള റിവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ ടെസ്റ്റ് കണ്ടീഷൻസ്, ടെസ്റ്റ് കേസസ്, പിന്നെ ഡിസൈൻ ദ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, ഇതൊക്കെ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കും ടെസ്റ്റ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. കംപ്ലീഷൻ ഓർ എക്സിറ്റ് ക്രൈറ്റീരിയ മസ്റ്റ് ബി സ്പെസിഫൈഡ് സോ ദാറ്റ് വി നോ വെൻ ടെസ്റ്റിംഗ് ഈസ് കംപ്ലീറ്റ്. അതുപോലെ തന്നെ ഈ ഡോക്യുമെൻറ്റിൽ എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന സംഭവം കൂടി ഉണ്ടാവും. അപ്പം അതുള്ളത് കൊണ്ട് നമുക്ക് ഈ പ്ലാനിങ് അല്ലെങ്കിൽ ഈ ടെസ്റ്റിംഗ് എപ്പോഴാണ് കഴിയാമെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. പേർപ്പസ്: ടു ഡിറ്റർമൈൻ ദ സ്കോപ്പ് ആൻഡ് റിസ്ക് ആൻഡ് ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടെസ്റ്റിംഗ്. അപ്പം ഇതിൻ്റെ ഒരു പേർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക്, സ്കോപ്പ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ടു ഡിറ്റർമൈൻ ദ റിക്വയർഡ് ടെസ്റ്റ് റിസോഴ്സസ് ലൈക്ക് പീപ്പിൾ, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എക്സെട്ര. ടെസ്റ്റ് റിസോഴ്സസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ടു ഷെഡ്യൂൾ ടെസ്റ്റ് അനലൈസിസ് ആൻഡ് ഡിസൈൻ ടാസ്ക്, ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ, എക്സിക്യൂഷൻ ആൻഡ് ഇവാലുവേഷൻ. അപ്പം ഡിസൈൻ, ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ, ഇവാലുവേഷൻ അതൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് കൺട്രോൾ. This is the activity of comparing actual progress against the plan. ഓക്കെ, പ്ലാനും അതുപോലെ തന്നെ ആക്ച്വൽ പ്രോഗ്രസ്സും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ആൻഡ് റിപ്പോർട്ടിംഗ് ദ സ്റ്റാറ്റസ് ഇൻക്ലൂഡിങ് ഡീവിയേഷൻസ് ഫ്രം ദ പ്ലാൻ. ഓക്കെ, പ്ലാനിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും. ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് ആക്ഷൻസ് നെസസറി ടു മീറ്റ് ദ മിഷൻ ആൻഡ്. അപ്പം ഇത് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നെസസറി ആക്ഷൻസ് ഒക്കെ ടേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ 2 അനലൈസിസ് ആൻഡ് ഡിസൈൻ. അപ്പം അനലൈസിസ് ആൻഡ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മേജർ ടാസ്ക് ഉണ്ട് അവരെ. ടു റിവ്യൂ ദ ടെസ്റ്റ് ബേസിസ്. The test basis is the information on which test cases are based, such as requirements, design specifications, product risk analysis, architecture and interface. അപ്പം ഇതിലെന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക എന്ന് വെച്ചാൽ
ടെസ്റ്റ് ബേസിസിൻ്റെ റിവ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ ടെസ്റ്റ് കേസസ്. അപ്പം ഈ റിവ്യൂ എന്ന് പറയുന്നത് ടെസ്റ്റ് കേസസിൻ്റെ ബേസിസിലായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ദെൻ സച്ച് ആസ് റിക്വയർമെൻറ്റ്സ്, ഡിസൈൻ സ്പെസിഫിക്കേഷൻസ്, പ്രോഡക്റ്റ് റിസ്ക് അനലൈസിസ്, ആർക്കിടെക്ചർ ആൻഡ് ഇൻ്റർഫേസ്. അപ്പം ഈ റിവ്യൂവിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ്, പ്രോഡക്റ്റ് റിസ്ക് അനലൈസിസ്, ആർക്കിടെക്ചർ, ഇൻ്റർഫേസ് ഒക്കെയാണ് ഈ റിവ്യൂവിൽ ഇൻവോൾവ് ചെയ്തിരിക്കാം. ടു ഐഡൻറ്റിഫൈ ടെസ്റ്റ് കണ്ടീഷൻസ്. അപ്പം ഈ അനലൈസ് ആൻഡ് ഡിസൈൻ സ്റ്റേജിലാണ് ടെസ്റ്റ് കണ്ടീഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. പിന്നെ ടാസ്ക് ഡിസൈൻ ചെയ്യും. ടു ഡിസൈൻ ദ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്, സെറ്റപ്പ് ആൻഡ് ഐഡൻറ്റിഫൈ ദ റിക്വയർഡ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടൂൾസ്. അപ്പോൾ അതുപോലെ തന്നെ ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ഡിസൈൻ ചെയ്യും. ഇൻഫ്രാസ്ട്രക്ചറും ടൂൾസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അനലൈസ് ആൻഡ് ഡിസൈനിലാണ്. 3. ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എക്സിക്യൂഷൻ. Test execution involves actually running the specified test on a computer system, either manually or by using an automated tool, test tool. ഇതിൽ പറയുന്നത് ഈ ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ മാനുവലി, അതും അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ടെസ്റ്റിനെ റൺ ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ ടെസ്റ്റ് പ്രോസസ് ഇൻ വിച്ച് ആക്ച്വൽ വർക്ക് ഈസ് ഡൺ. ഇതെന്ന് പറയുന്നതാണ് ടെസ്റ്റ് പ്രോസസ്സിൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റെപ്പ്. ടെസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഹാസ് ദ ഫോളോയിങ് മേജർ ടാസ്ക്: to develop and prioritize test cases by using techniques and create test data for those tests. അതുപോലത്തെ അപ്പം ടെസ്റ്റ് കേസസ്, പിന്നെ ടെക്നിക്സ്, പിന്നെ ഡാറ്റാസൊക്കെ യൂസ് ചെയ്തിട്ട് ഡാറ്റാസൊക്കെ ഡെവലപ്പ് ചെയ്യും. പിന്നെ ടു ക്രിയേറ്റ് ടെസ്റ്റ് സ്യൂട്ട്സ് ഫ്രം ദ ടെസ്റ്റ് കേസസ് ഫോർ എഫിഷ്യൻറ്റ് ടെസ്റ്റ് എക്സിക്യൂഷൻ. ടെസ്റ്റ് എക്സിക്യൂഷൻ എഫിഷ്യൻറ്റിൽ നടക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് കേസിൽ നിന്ന് ടെസ്റ്റ് സ്യൂട്ട്സ് ക്രിയേറ്റ് ചെയ്യും. ടെസ്റ്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ടെസ്റ്റ് കേസസ് ആണ്. അത് സോഫ്റ്റ്വെയർ പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ടു എക്സിക്യൂട്ട് ദ ടെസ്റ്റ് ദാറ്റ് പ്രീവിയസ്ലി ഫെയിൽഡ് ഇൻ ഓർഡർ ടു കൺഫേം എ ഫിക്സ്. ഓക്കെ, അതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മുന്നേ ഫെയിലായിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ടു ലോഗ് ദ ഔട്ട്കം ഓഫ് ദ ടെസ്റ്റ് എക്സിക്യൂഷൻ. ഓക്കെ, ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഔട്ട്കമ്മിനെ ലോഗ് എന്ന് പറയാം. ലോഗ് മീൻസ് പാസ് ആണോ ഫെയിൽ ആണോ എന്ന് അറിയാം. അപ്പം ഇതൊരു സ്റ്റാറ്റസ് ആണ്. ടെസ്റ്റ് ലോഗ് എന്ന് പറയുന്നത് സ്റ്റാറ്റസ് ആണ്. അപ്പം അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാണോ ഫെയിലാണോ നമുക്ക് എക്സിക്യൂട്ട് ചെയ്താലാണ് മനസ്സിലാവുക. ടു കമ്പയർ ആക്ച്വൽ റിസൾട്ട് വിത്ത് എക്സ്പെക്റ്റഡ് റിസൾട്ട്. ആക്ച്വൽ റിസൾട്ടും എക്സ്പെക്റ്റഡ് റിസൾട്ടും തമ്മിൽ കമ്പയർ ചെയ്താലാണ് നമുക്ക് അതിനുള്ള ഡീവിയേഷൻസ്, റിസ്ക്കും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. 4-മത്തെയാണ് ഇവാലുവേറ്റിംഗ് എക്സിറ്റ് ക്രൈറ്റീരിയ ആൻഡ് റിപ്പോർട്ടിംഗ്. അപ്പം എക്സിറ്റ് ക്രൈറ്റീരിയ ആൻഡ് റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇവാലുവേറ്റിംഗ് എക്സിറ്റ് ക്രൈറ്റീരിയ ഈസ് എ പ്രോസസ് ഡിഫൈനിങ് വെൻ ടു സ്റ്റോപ്പ് ടെസ്റ്റിംഗ്. എപ്പോഴാണ് ടെസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ക്രൈറ്റീരിയ ഇവാലുവേറ്റ് ചെയ്യുന്നത്. എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. അതുകൊണ്ടാണ് അതിന് എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കവറേജ് ഓഫ് കോഡ്, ഫങ്ഷണാലിറ്റി ഓർ റിസ്ക്. ബേസിക്കലി അപ്പം ഇതിലെന്തൊക്കെയാണ് ഉണ്ടാവിച്ചിട്ടുണ്ടെങ്കിൽ കോഡ് കവറേജ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫങ്ഷണാലിറ്റി ഓർ റിസ്ക് ഒക്കെയാണ് ഈ എക്സിറ്റ് ക്രൈറ്റീരിയയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ബിസിനസ് റിസ്ക്, cost and time, and vary from project to project. Exit criteria come into picture when ഇത് പറയുന്നത് എന്താണ്, ബിസിനസ് റിസ്ക്, കോസ്റ്റ് ആൻഡ് ടൈമിനൊക്കെ
ഈ എക്സിറ്റ് ക്രൈറ്റീരിയ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ കുറച്ച് ഫോളോയിങ് എക്സിറ്റ് ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ടെസ്റ്റ് കേസസ് ആർ എക്സിക്യൂട്ടഡ് വിത്ത് എ സർട്ടൻ പാസ് പെർസെൻറ്റേജ്. ഒരു പാസ് പെർസെൻറ്റേജിൻ്റെ ഉള്ളിൽ മാക്സിമം ടെസ്റ്റ് കേസസ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യും. ബഗ് റേറ്റ് ഫാൾസ് ബിലോ സർട്ടൻ ലെവൽ when we achieve the deadlines അച്ചീവ് ചെയ്യുന്ന സമയത്ത് ബഗ് റേറ്റ് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് വരും. പിന്നെ ഇവാലുവേറ്റിംഗ് എക്സിറ്റ് ക്രൈറ്റീരിയ ഹാസ് ദ ഫോളോയിങ് മേജർ ടാസ്ക്. അപ്പം എക്സിറ്റ് ക്രൈറ്റീരിയൻ്റെ കുറച്ച് ഫോളോയിങ് ടാസ്ക് ആണ്. To access if more tests are needed or if the exit criteria specified should be changed. അപ്പം കൂടുതൽ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എക്സിറ്റ് ക്രൈറ്റീരിയ ചിലപ്പോൾ മാറാൻ വേണ്ടി സാധ്യതയുണ്ട്. To write a test summary report for സ്റ്റേക്ക്ഹോൾഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് സമ്മറി റിപ്പോർട്ട് എഴുതണം. അടുത്തത് ടെസ്റ്റ് ക്ലോഷർ ആക്ടിവിറ്റീസ്. ടെസ്റ്റ് ക്ലോഷർ ആക്ടിവിറ്റീസ് ആർ ഡൺ വെൻ സോഫ്റ്റ്വെയർ ഈസ് റെഡി ടു ബി ഡെലിവേർഡ്. സോഫ്റ്റ്വെയർ ഡെലിവർ ചെയ്യാൻ റെഡി ആവുന്ന സമയത്താണ് ക്ലോഷർ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ദ ടെസ്റ്റിംഗ് ക്യാൻ ബി ക്ലോസ്ഡ് ഫോർ ദ അതർ റീസൺ ഓൾസോ ലൈക്ക്. ചില റീസൺസ് ആണ് പറയുന്നത്. വെൻ എ പ്രോജക്റ്റ് ഈസ് ക്യാൻസൽ. പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ക്ലോഷർ ആക്ടിവിറ്റീസ് ഡൺ ചെയ്യും. വെൻ സം ടാർഗറ്റ് ഈസ് അച്ചീവ്ഡ്. ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നമ്മൾ ടെസ്റ്റിംഗ് ആക്ടിവിറ്റി ക്ലോസ് ആക്കും. വെൻ എ മെയിൻ്റനൻസ് റിലീസ് ഓർ അപ്ഡേറ്റ് ഈസ് ഡൺ. ഓക്കെ, മെയിൻ്റനൻസ് അപ്ഡേഷനൊക്കെ ഡൺ ചെയ്താൽ ടെസ്റ്റ് ക്ലോഷർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യും. ടെസ്റ്റ് ക്ലോഷർ ആക്ടിവിറ്റീസ് ഹാവ് ദ ഫോളോയിങ് മേജർ ടാസ്ക്. To check which planned deliverable are actually delivered to ensure that all incident reports have been resolved. അപ്പം നമ്മൾ ചെക്ക് ചെയ്യണം planned deliverable are actually delivered to ensure that all the incident reports have been closed. എല്ലാ റിപ്പോർട്ട്സും റിസോൾവ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ടു ഫൈനലൈസ് ആൻഡ് അച്ചീവ് ടെസ്റ്റ് വെയർസ് സച്ച് ആസ് സ്ക്രിപ്റ്റ്, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എക്സെട്ര ഫോർ ലേറ്റർ റീയൂസ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ സ്ക്രിപ്റ്റ്, ടെസ്റ്റ് എൻവയോൺമെൻറ്റ് അങ്ങനത്തെ കുറച്ച് ടെസ്റ്റ് വെയർ ആയിട്ടുള്ള സംഭവങ്ങൾ ഫൈനലൈസ് ചെയ്യണം. നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഫൈനലൈസ് ചെയ്യുന്നത്. ടു ഹാൻഡ് ഓവർ ദ ടെസ്റ്റ് വെയർ ടു ദ മെയിൻ്റനൻസ് ഓർഗനൈസേഷൻ, ദേ വിൽ ഗിവ് സപ്പോർട്ട് ടു ദ സോഫ്റ്റ്വെയർ. അപ്പം നമ്മൾ ഉണ്ടാക്കിയ ടെസ്റ്റ് വെയർ അല്ലെ ടെസ്റ്റ് ക്ലോഷർ ആക്ടിവിറ്റീസ് നമ്മൾ മെയിൻ്റനൻസ് ഓർഗനൈസേഷന് ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും തരും. To evaluate how many testing when they learn lesson for future release and project. അപ്പം ഇത് പറയുന്നത് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ടെസ്റ്റിംഗ് to evaluate how the testing went and learn lesson for future release and project. അപ്പം ഈ ടെസ്റ്റിങ് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് പ്രോജക്റ്റിന് റിലീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ലെസൺസൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അതൊക്കെ പഠിക്കുകയൊക്കെ വേണം. അപ്പം ഇതൊക്കെയാണ് ടെസ്റ്റ് പ്രോസസ്സിൻ്റെ 5 ആക്ടിവിറ്റീസ്, 5 സ്റ്റെപ്സ്. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.